ഇന്ന് അക്ഷയുടെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല, സോറി, നാളെ 11-ാം തീയതി. അപ്പം ഞാൻ ഒരു കൊച്ചു സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോകുന്ന വഴിക്ക് അക്ഷയുടെ ഒരു ഫ്രണ്ട് കണ്ട് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോകുന്നത്. ആ വേട്ടാവാളിയെ പോയി പറഞ്ഞു കൊടുത്തു ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടെന്ന്, ഞാനും അക്ഷരയും കൂടെ. അപ്പോഴേ അക്ഷയ്ക്ക് മനസ്സിലായത് കേക്കാണെന്ന്. അത് കുഴപ്പമില്ല, അതല്ല എൻ്റെ സർപ്രൈസ് മെയിനായിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. മറ്റേ റെമോ സിനിമയില്ലേ, അതിനകത്ത് പടക്കം പൊട്ടിക്കത്തില്ലേ, എനിക്കത് കണ്ടപ്പോൾ മുതൽ അങ്ങനെയൊക്കെ എനിക്ക് സർപ്രൈസ് കൊടുക്കാനും കിട്ടാനും എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്തു ഇപ്പം എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ കൊടുക്കാമെന്ന്. അപ്പം ഞാനൊരു പടക്കമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ആകാശത്ത് പോയി പൊട്ടത്തില്ലേ, ആ സാധനം. അറിയത്തില്ല എൻ്റെ പ്ലാൻ. അക്ഷര താഴെ പടക്കമൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. ഞാനും അക്ഷയനെ ഞാൻ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ കിട്ടിയിട്ട് ടെറസിൽ കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം അവിടെ ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞാൻ അപ്പം എന്തായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ അക്ഷയോട് പറയാം, എന്തായാലും നമ്മുടെ മൊമെൻറ്റ്സ് അല്ലേ അത് ക്യാപ്ചർ ചെയ്യാൻ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. താഴത്തെ എല്ലാം അക്ഷര റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അക്ഷര പടക്കം പൊട്ടിക്കും. അപ്പം ഞാൻ അക്ഷര കണ്ണ് കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ റോസാപ്പൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പൂ കൊടുത്ത് പടക്കം പൊട്ടിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് പിന്നെ താഴെ വന്ന് എല്ലാവരും കൂടെ കേക്ക് മുറിക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പം കേക്ക് ഓൾറെഡി അക്ഷയ് കണ്ടു. കൂട്ടുകാരൻ വേട്ടാവളിയിൽ പറഞ്ഞു അക്ഷയ വരുന്നത്. അക്ഷയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ സർപ്രൈസ് ഉണ്ടെന്ന്. അയാൾ വിചാരിക്കുന്ന കേക്കൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ഒക്കെ വന്ന് കേക്ക് മുറിക്കുന്നതായിരിക്കും വിചാരിച്ച് വെച്ചേക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെ തന്നെ വിചാരിച്ച് വെച്ചോട്ടെ. എനിക്ക് ഉറപ്പാക്ഷി പടക്കം എക്സ്പെക്റ്റ് ചെയ്യത്തില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ചീറ്റി പോകരുത്, കറക്റ്റായിട്ടൊക്കെ പൊട്ടണേന്ന്. അങ്ങനെ തന്നെ നടക്കട്ടെ, നോക്കാം. അക്ഷയ് കുളിക്കാൻ പോയേക്കുക. കുളിച്ചിട്ട് വന്നിട്ട് അക്ഷയ്ക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട് എന്തോ ഉണ്ടെന്ന്. അപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു പാൻറ്റ് ടീഷർട്ടും ഒക്കെ ഇടാൻ പറഞ്ഞു. ഞാൻ ഓക്കെ, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തു. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറാനൊക്കെ പറഞ്ഞ് അത് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ടെറസിൽ കൊണ്ടുപോകണം. അത് ഡൗട്ട് അടിക്കരുത് ടെറസിൽ പോകുന്നത്. നോക്കാം. അപ്പം കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി. എന്തായാലും ഞാൻ പറഞ്ഞു കേക്ക് മുറിക്കുമല്ലേ, വീഡിയോ ഒക്കെ എടുക്കാം, അതുകൊണ്ട് നമുക്ക് നല്ല ഡ്രസ്സ് ഇടാമെന്നൊക്കെ പറഞ്ഞ് അയാളും ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം അയാൾ മാറി, ഞാനും മാറി. ഞാൻ റോസാപ്പൂ എടുത്ത് ടെറസിൽ പോകുന്ന വയ്ക്കാം. ടെറസിൽ ഇവിടെ വല്ലോ സെറ്റ് ചെയ്യാം. ഞാൻ ടെറസിൽ ഇങ്ങനെ വെച്ചിട്ട് കബോർഡ് വെച്ച് മറിഞ്ഞു. അക്ഷയ് സർപ്രൈസ് ആയിട്ട് വലിയ സർപ്രൈസ് അല്ല, കൊച്ചു ഇത് പിടിക്കേ, നീട്ട് പിടിക്കണേ. കുറച്ച് നേരം കണ്ണടച്ചിരിക്കണേ കേട്ടാ. വലിയ ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. എന്റെ ഗിഫ്റ്റ് നീലടി. ഞാൻ പറയാതെ ഞാൻ ഇത് അയച്ചോളാം കേട്ടോ. കേട്ടോ, എന്ത് ഗിഫ്റ്റ് കയ്യിലുണ്ട്. ഇടയ്ക്കൂടെ നോക്കാൻ പാടില്ല, ചീറ്റിങ്. കൂടെ നോക്കാൻ എങ്ങനെയൊക്കെ നോക്ക്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ.
വല്ലാണ്ട് അങ്ങനെ അക്ഷയ്ക്ക് സർപ്രൈസ് കൊടുത്തു. പടക്കം പൊട്ടിച്ചു. പക്ഷെ ഭയങ്കര ഹാപ്പി. അക്ഷയുടെ കിളി പോയി. കൂട്ടത്തെ എൻ്റെ ഞാൻ എക്സൈറ്റ്മെന്റ് മൂത്തിട്ട് എൻ്റെ കൈയൊക്കെ വിറയ്ക്കായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോഴും ക്യാമറ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ഇപ്പോഴും എൻ്റെ എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. ഐ എം സോ ഹാപ്പി. അക്ഷയും ഭയങ്കര ഹാപ്പിയായി. അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പടക്കം. ഭയങ്കര സന്തോഷം. നമുക്കിങ്ങനെ ഇഷ്ടമുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കുമ്പോഴും കിട്ടുമ്പോഴും ഒക്കെ ഒരു വല്ലാത്ത സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ, പ്രത്യേകിച്ച് അക്ഷയ്ക്ക്. കൊടുക്കുന്നിടം വരെ അത് പൊട്ടണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പൊട്ടിക്കഴിഞ്ഞ് 60 ഷോട്ട് ഉണ്ടായിരുന്നു. ഷോട്ടോ എന്തോ സംതിങ്. പകുതിയായപ്പോൾ എനിക്ക് ടെൻഷനായി. ഇപ്പം ഈ നാട്ടുകാർ പോലും ഇറങ്ങി വരുമെന്ന്. എനിവേ ഐ ആം വെരി ഹാപ്പി. അക്ഷയ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി അക്ഷയ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇരുന്ന് കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അച്ചുക്കുട്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇറച്ചി വെട്ടുന്നവൻ. May God bless you dear. May God bless you dear. May God bless you dear. Happy birthday to you. അങ്ങനെ അക്ഷയ്ക്ക് 28 വയസ്സായിരിക്കും. 27 വയസ്സായിരിക്കും. ഒരു വയസ്സ് കൂട്ടി ഗൈസ്. മകനേ ഉമ്മയോ ഇത് കഴുക എന്നെ കൊണ്ട് പറ്റിയ എന്റെ ജീവിതം കേക്ക് ഞാൻ പ്രതീക്ഷ കിടന്നു. പക്ഷെ ഇത് ആ മേഖലയിൽ നിന്നുള്ള ഈ വ്യൂ, പക്ഷെ നാട്ടുകാരുടെ ഇടി അതിനാണ് ഞാൻ കൊള്ളേണ്ടി. മനസ്സിലായ കേക്ക് നമ്മള് എല്ലാ വർഷവും മുറിക്കൊണ്ട് അത് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഈ ഗിഫ്റ്റ് പിന്നെ ഇത് ഞാൻ നോക്കി വെച്ചതായിരുന്നു. അതാരാ വാങ്ങി തന്നേ? ആരാ വാങ്ങി തന്നെ? എന്റെ പെങ്ങൾ കണ്ട, അതാണ് ചേട്ടന്റെ മനസ്സറിയുന്ന പെങ്ങൾ. ഹാപ്പി ബർത്ത്ഡേ.